ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പുളി ഇഞ്ചി. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇഞ്ചി അരിഞ്ഞത് 250 ഗ്രാം, പുളി 2 നാരങ്ങ വലുപ്പത്തിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ശർക്കര 2 അച്ച്, മുളക് 12 എണ്ണം അരിഞ്ഞത്, ഉണക്കമുളക് 5 എണ്ണം, 2 തണ്ട് വേപ്പില, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഓയിൽ. പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇടാം. ഇഞ്ചിയിലെ ജലാംശമെല്ലാം മാറി നല്ല പോലെ മൊരിഞ്ഞു വരണം. ഇഞ്ചി ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി അല്പനേരം കൂടെ നമുക്കിത് വയ്ക്കാം. ഇപ്പോൾ ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും മാറ്റാം. നമുക്ക് ഇതേ പാനിലേക്ക് അല്പം എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കടുകിടാം. ഇനി ഉലുവ ഇടാം. പച്ചമുളക് ചേർക്കാം. മുളക് ഒരുവിധം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഇനി വേപ്പില ഇടാം. മുളകും വേപ്പിലയും എല്ലാം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചേർത്ത് നന്നായി ഇളക്കാം. മുളക് പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ഇഞ്ചി ഇടാം. ഇതിലേക്ക് നമുക്ക് 2 അച്ച് ശർക്കര ചേർക്കാം. ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും മധുരം ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 അച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 2 അച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പുളിയിഞ്ചി അഥവാ ഇഞ്ചിപ്പുളി റെഡിയായി. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ.